ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും സംബന്ധിക്കുന്ന സുപ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഒഡീഷയിൽ ഇന്ന് സമാപിച്ച അഖിലേന്ത്യാ പോലീസ് വാർഷിക സമ്മേളനത്തിലാണ് ചർച്ച നടന്നത്. രാജ്യത്ത് നവംബറിലെ ചരക്ക് സേവന നികുതി വരുമാനം 1.82 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം നവംബറിനേക്കാൾ 8.5% വർധനയാണ് രേഖപ്പെടുത്തിയത്. HIV അണുബാധ ഇല്ലാതാക്കാൻ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2030ഓടെ പുതിയ HIV അണുബാധ ഇല്ലാതെയാകുന്ന സാഹചര്യം കേരളം വളരെ നേരത്തെ തന്നെ കൈവരിക്കാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം സംബന്ധിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് കേരളത്തിനായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിശദാംശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നൽകിയ കണക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്രം രേഖാമൂലം അറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ടൂറിസം മേഖലയെ പൂർണ്ണമായും വനിതാ സൌഹൃദമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക നയം കൊണ്ടുവരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വനിതാ സൌഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിലെ മാങ്കുളത്ത് ത്രിദിന ആഗോള ലിംഗസമത്വ ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അർഹതയില്ലാതെ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങി തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് മന്ത്രി കെ രാജൻ. 1438 പേർ തട്ടിപ്പ് നടത്തിയതായാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചത്. അവർക്കെല്ലാം വകുപ്പ് നോട്ടീസ് അയച്ചു. പണം തിരിച്ചു വാങ്ങുന്നത് കൂടാതെ തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുച്ചേരിക്കും വടക്കൻ തമിഴ്നാടിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഫെൻജൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇത് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങും. കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ബുധനാഴ്ച വരെയും ലക്ഷദ്വീപ് തീരത്ത് വ്യാഴാഴ്ച വരെയും മീൻപിടുത്തത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. വയനാട് ജില്ലയിൽ നാളെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ. ബുധനാഴ്ച മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് അവധിയായിരിക്കുമെന്നും വ്യാഴാഴ്ച മുതൽ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എറണാകുളം ജനറൽ ആശുപത്രി ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സജ്ജമാകുന്നു. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. ശബരിമല തീർത്ഥാടനത്തിന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർ സമയക്രമം പാലിക്കുന്നത് തിരക്ക് ഒഴിവാക്കാൻ ഉപകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ്. ബുക്ക് ചെയ്ത സ്ലോട്ടിന്റെ സമയക്രമം പാലിക്കാതെ ദർശനത്തിനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് അനാവശ്യ തിരക്കിന് കാരണമാകുന്നതിനാലാണ് അറിയിപ്പ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വാർഡ് വിഭജനം സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 4 വരെ ദീർഘിപ്പിച്ചു. പരാതികളും നിർദ്ദേശങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാൽ മാർഗ്ഗമോ ആണ് നൽകേണ്ടത്. തെലങ്കാനയിലെ മുളുഗു ജില്ലയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 7 ഇടതുപക്ഷ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. തീവ്രവാദി നേതാവ് ഭദ്രു എന്ന പാപ്പണ്ണ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ വിഭാഗം സിംഗിൾസിലും വനിതാ വിഭാഗം സിംഗിൾസിലും ഡബിൾസിലും ഇന്ത്യയ്ക്ക് കിരീടം. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ, വനിതാ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ PV സിന്ധു, ഡബിൾസ് വിഭാഗത്തിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം എന്നിവരാണ് കിരീടം കരസ്ഥമാക്കിയത്. CPI സംസ്ഥാന കൌൺസിൽ അംഗം M നാരായണൻ മാസ്റ്റർ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ കോഴിക്കോട് നന്ദിയിലെ മലയമ്മൽ വീട്ടുവളപ്പിൽ നടക്കും. കേരള കോൺഗ്രസ് M മുന്നണി മാറുന്നുവെന്ന വാർത്ത തെറ്റാണെന്നും LDFന്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് M എന്നും ജോസ് കെ മാണി. LDFനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തൃശൂരിൽ നടക്കും. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാന ഭിന്നശേഷി അവാർഡ് വിതരണവും ചടങ്ങിൽ നടക്കും. തിരുവനന്തപുരത്തെ ഭീമാപള്ളി ഉറൂസ് മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 13-ന് സമാപിക്കും. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഉത്സവ മേഖലയിലേക്ക് KSRTC സ്പെഷ്യൽ സർവീസുകൾ നടത്തും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ സംഘടിപ്പിക്കുന്ന
നടക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് ഈ മാസം 7 മുതൽ 10 വരെ തൃശൂർ കേരള കാർഷിക സർവകലാശാലയിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.